ഹലോ, ഈ വീഡിയോയിൽ നമുക്ക് പവേഴ്സ് ഓഫ് രാജ്യസഭ ആൻഡ് ലോക്സഭ പറയാം. എന്താണ് രാജ്യസഭ, എന്താണ് ലോക്സഭ എന്ന് നിങ്ങൾക്ക് അറിയാലോ. രാജ്യസഭ ദ ഹൗസ് ഓഫ് കൗൺസിൽസ് ആണ് രാജ്യസഭ, അപ്പർ ഹൗസ് എന്നറിയപ്പെടുന്നു. അതേപോലെ ലോക്സഭ എന്താണ്? ലോക്സഭ ഹൗസ് ഓഫ് കോമൺസ് അല്ലേ, ഇല്ലെങ്കിൽ എന്താണ് പറയുക, ലോകസഭ ഹൗസ് ഓഫ് കോമൺസ്, അതുപോലെ ഹൗസ് ഓഫ് പീപ്പിൾ എന്നും കൂടി അറിയപ്പെടുന്ന ആരാണ്? ഈ പറയുന്ന ലോക്സഭയാണ്. അപ്പോൾ ലോക്സഭക്കും രാജ്യസഭക്കും അതിൻ്റെതായ ഫങ്ഷൻസ് ഉണ്ട്, അതുപോലെ പവേഴ്സ് ഉണ്ട്, അധികാരങ്ങളും ഉണ്ട്. അത് ഒരേപോലെയല്ല, ചില കാര്യങ്ങളിൽ രണ്ടിൻ്റെ അധികാരം വ്യത്യാസപ്പെട്ടിരിക്കുന്നു. എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം, ഇല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ പവേഴ്സ് എന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഓൾറെഡി ഫങ്ഷൻസ് പറഞ്ഞു ലോക്സഭയുടെ രാജ്യസഭയുടെയും. അപ്പം ഇനി നമുക്ക് എന്താണ് തമ്മിലുള്ള വ്യത്യാസം എന്ന് നോക്കാം. പവേഴ്സ് ഓഫ് ലോക്സഭ മേക്സ് ലോ ഓൺ matters included in യൂണിയൻ ലിസ്റ്റ് ആൻഡ് കൺകറന്റ് ലിസ്റ്റ്. ലോക്സഭയിലാണ് കൺകറന്റ് ലിസ്റ്റിലും യൂണിയൻ ലിസ്റ്റിലും പറയുന്ന കാര്യങ്ങളിൽ നിയമങ്ങൾ നിർമ്മിക്കുന്നത്. മേക്കിംഗ് ലോസ് ഓൺ ദ മാറ്റേഴ്സ് ഇൻക്ലൂഡഡ് ഇൻ ദ യൂണിയൻ ലിസ്റ്റ് ആൻഡ് ഓൾസോ കൺകറന്റ് ലിസ്റ്റ്. കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുന്ന ലിസ്റ്റിലെയും യൂണിയൻ ലിസ്റ്റിലെയും കാര്യങ്ങളിൽ നിയമങ്ങൾ നിർമ്മിക്കുന്നു. അതുപോലെ ഇൻട്രൊഡ്യൂസേഴ്സ് ആൻഡ് എനാക്ട്സ് മണി ആൻഡ് നോൺ മണി ബിൽസ്. ധനബില്ലുകളും ധനേതര ബില്ലുകളും അവതരിപ്പിക്കുന്നത് മാത്രമല്ല, അതിന് തുടക്കം വെക്കുന്നതും പോലെ അവതരിപ്പിക്കുന്നതും നടപ്പിലാക്കുന്നതും ആരാണ്? ഈ പറയുന്ന ലോക്സഭയാണ്. അപ്രൂവ്സ് ടാക്സേഷൻ ആൻഡ് ബഡ്ജറ്റ് പ്രപ്പോസൽസ്. എന്താണ്? പുതിയ നികുതികൾ ചുമത്തുന്നതിനെ അപ്രൂവ് ചെയ്യുക. അതുപോലെ ബഡ്ജറ്റ് പ്രപ്പോസൽസ്, നമ്മുടെ വർഷം തോറും ഉണ്ടാകുന്ന ബഡ്ജറ്റുകൾ അംഗീകരിക്കുന്നതും അതുപോലെ ടാക്സുകൾ ചുമത്തുന്നതിനെ അംഗീകരിക്കുകയും ചെയ്യുന്ന ആരാണ്? ലോക്സഭ ആണ്. കൺട്രോൾസ് ദ എക്സിക്യൂട്ടീവ്. ഫംഗ്ഷനിൽ പറഞ്ഞ അതേ കാര്യമാണ്. കൺട്രോൾസ് ദി എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കുന്നു. എങ്ങനെയൊക്കെയാണ്? ബൈ ക്വസ്റ്റ്യനിങ്, ഡിബേറ്റ്സ്, നോൺ കോൺഫിഡൻസ് മോഷൻ എക്സെട്ര. മനസ്സിലായല്ലോ? കൺട്രോൾ ദി എക്സിക്യൂട്ടീവ് നമ്മൾ ഫംഗ്ഷനിൽ പറഞ്ഞ കാര്യം തന്നെ. അമെൻമെന്റ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് കോൺസ്റ്റിറ്റ്യൂന്റ് പവേഴ്സിൽ പറഞ്ഞ അമെൻമെന്റിങ് ദി കോൺസ്റ്റിറ്റ്യൂഷനെ എന്ത് ചെയ്യുന്നു? ഭേദഗതി വരുത്താനുള്ള അവകാശം ആർക്കാണ്? ഈ പറയുന്ന ലോക്സഭക്കാണ്. അപ്രൂവ്സ് ദി പ്രൊക്ലമേഷൻ ഓഫ് എമർജൻസി, അതായത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിനെ അപ്രൂവ് ചെയ്യുക, അത് അംഗീകരിക്കുന്ന ആരാണ്? ഈ പറയുന്ന ലോക്സഭ ആണ്. എലക്ട്സ് ദി വൈസ് പ്രസിഡന്റ് ആൻഡ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു എലക്റ്റീവ് ഫംഗ്ഷൻ. ആരൊക്കെ എലക്ട് ചെയ്യുന്നു? പ്രസിഡന്റിനെയും അതുപോലെ വൈസ് പ്രസിഡന്റിനെയും തിരഞ്ഞെടുക്കുന്ന ആരാണ്? ലോക്സഭയും രാജ്യസഭയും ചേർന്നിട്ടാണ്. പക്ഷെ ഇപ്പൊ ലോക്സഭ പറയുമ്പോൾ ലോക്സഭയുടെ കാര്യം പറയാം. ആൻഡ് റിമൂവ് ജഡ്ജസ് ഓഫ് സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട്. എന്താ? ഹൈക്കോർട്ടിലെയും സുപ്രീം കോർട്ടിലെയും ജഡ്ജിമാരെ റിമൂവ് ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? ഈ പറയുന്ന ലോക്സഭക്ക് ആണ്. സെറ്റപ്പ് കമ്മിറ്റീസ് ആൻഡ് കമ്മീഷൻസ് ആൻഡ് കൺസിഡേഴ്സ് ദെയർ റിപ്പോർട്ട്. കമ്മീഷനുകളുണ്ടല്ലേ, പല കമ്മീഷനുകളുണ്ട്. കൊത്താരി കമ്മീഷൻ, ഗാഡ്ഗിൽ കമ്മീഷൻ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സോ ഇങ്ങനെയുള്ള കമ്മീഷനുകളെ നിയമിക്കുന്നതും അത് ഉണ്ടാക്കുന്ന ആരാണ്? ലോക്സഭ ആണ്. ഇനി രാജ്യസഭയുടെ കാര്യം നോക്കാം. രാജ്യസഭ പവേഴ്സ് എന്ന് പറയുന്നത് അപ്രൂവ്സ് നോൺ മണി ബിൽസ്. മറ്റേതിലേതായിരുന്നു? ബോത്ത് മണി ബിൽ ആൻഡ് നോൺ മണി ബില്ലായിരുന്നു. ഇവിടെ നോൺ മണി ബില്ല് മാത്രം. അപ്പോൾ ധനബില്ലുകൾ പാസ്സാക്കുന്നത് ലോക്സഭയാണ്. ലോക്സഭക്ക് മാത്രമായിട്ടുള്ള ഒരു സ്പെഷ്യൽ അധികാരമായിട്ട് നമുക്ക് പറയാം. ധനബില്ലുകൾ പാസ്സാക്കുന്നു. അപ്രൂവ്സ് മണി ബിൽസ് ആൻഡ് ഓൾസോ നോൺ മണി ബിൽസ്. ബട്ട് ഹിയർ രാജ്യസഭയുടെ കേസിൽ എന്താണ്? ഓൺലി അപ്രൂവ്സ് നോൺ മണി ബിൽസ്. ധനേതര ബില്ലുകൾ മാത്രം പാസ്സാക്കുന്നു. അപ്രൂവ്സ് ദി കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്സ്. നേരത്തെ പറഞ്ഞ തന്നെ എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ്, ഭേദഗതി വരുത്തുന്നതിലും രാജ്യസഭക്ക് അതിൻ്റെതായ റോളുണ്ട്. കൺട്രോൾ ദി എക്സിക്യൂട്ടീവ് ത്രൂ ക്വസ്റ്റ്യൻസ് ആൻഡ് ഡിബേറ്റ്സ്. എന്താണ്? എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കുന്നു. എങ്ങനെയൊക്കെ? ചോദ്യങ്ങൾ വഴി, ക്വസ്റ്റ്യൻസ് വഴി, അതേപോലെ സംവാദങ്ങൾ വഴി. പാർട്ടിസിപ്പേറ്റ്സ് ഇൻ ദ എലക്ഷൻ ആൻഡ് റിമൂവൽ ഓഫ് ദ പ്രസിഡന്റ് ആൻഡ് വൈസ് പ്രസിഡന്റ്. എലക്ഷനിലും അതുപോലെ റിമൂവലും, ഇംപീച്ച്മെന്റിലും എലക്ഷനിലും ഒരേപോലെ രാജ്യസഭയും ലോക്സഭയും പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ പാർട്ടിസിപ്പേറ്റ്സ് ഇൻ ദ റിമൂവൽ ഓഫ് ജഡ്ജസ് ഓഫ് സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട്. ഹൈക്കോടതിയിലെയും സുപ്രീം കോടതിയിലെ ജഡ്ജിമാരെ മാറ്റുന്നതിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇവര് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്, പങ്കെടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത് രാജ്യസഭയിൽ.
If the parliament wants to transfer a particular matter from the state list to union list, the approval of Rajya Sabha is necessary. അപ്പോൾ രാജ്യസഭയുടെ സ്പെഷ്യൽ പവർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ പറ്റുന്ന ഒന്നാണ് ഏതൊക്കെ? ഒന്ന് അപ്രൂവ്സ് നോൺ മണി ബില്ലും, അതുപോലെ നെക്സ്റ്റ് വൺ എന്താണ്? ദ പാർലമെന്റ് വാണ്ട്സ് ടു ട്രാൻസ്ഫർ എ പർട്ടിക്കുലർ മാറ്റർ ഫ്രം ദ സ്റ്റേറ്റ് ലിസ്റ്റ് ടു യൂണിയൻ ലിസ്റ്റ്, ദ അപ്രൂവൽ ഓഫ് രാജ്യസഭ ഈസ് നെസസറി. എന്താണ്? ഇപ്പോൾ പാർലമെന്റ് തീരുമാനിക്കുകയാണ്. പാർലമെന്റ് പറഞ്ഞാൽ ലോക്സഭ അല്ലെങ്കിൽ രാജ്യസഭ. ലോക്സഭ തീരുമാനിക്കുകയാണെന്ന് വിചാരിക്കാം. അതായത് സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള കാര്യം ഏതിലേക്ക് മാറ്റണം? യൂണിയൻ ലിസ്റ്റിലേക്ക് മാറ്റണം എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ആവുമ്പോൾ രാജ്യസഭയുടെ സമ്മതം അതിപ്രധാനമാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അതായത് സ്റ്റേറ്റിന്റെ കാര്യം സെൻട്രലിലേക്ക് ആക്കുമ്പോൾ അതിന്റെ സമ്മതം, രാജ്യസഭയുടെ സമ്മതം നിർബന്ധമാണ്. ഓക്കെ, ഇതാണ് സ്പെഷ്യൽ പവർ. പിന്നെ മണി ബില്ലിന്റെ കാര്യം, നോൺ മണി ബിൽസ് രാജ്യസഭക്ക് പാസ്സാക്കാം, മണി ബിൽസ് പാസ്സാക്കാൻ പറ്റില്ല. സോ ഇനി എങ്ങനെയാണ് പാർലമെന്റ് നിയമങ്ങൾ നിർമ്മിക്കുന്നതെന്ന് നോക്കാം. വി ഹാവ് സീൻ ദാറ്റ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ ഓഫ് ലെജിസ്ലേച്ചർ ഈസ് ടു മേക്ക് ലോസ്. പാർലമെന്റിന്റെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ലെജിസ്ലേച്ചറിന്റെ പ്രധാനപ്പെട്ട ചുമതല എന്താണ്? നിയമങ്ങൾ നിർമ്മിക്കുക എന്നുള്ളതാണ്. സോ നിയമങ്ങൾ നിർമ്മിക്കുന്നത് ഇങ്ങനെയല്ല, നമുക്ക് തോന്നിയ പോലെയല്ല നിയമങ്ങൾ നിർമ്മിക്കുന്നത്. പകരം എന്താണ്? കുറച്ച് പ്രൊസീജിയർ കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എങ്ങനെയാണ് ഒരു നിയമം ഉണ്ടാക്കേണ്ടതെന്ന്. സോ ആ ഒരു രീതിയിൽ മാത്രമേ നിയമം ഉണ്ടാക്കാൻ വേണ്ടി പറ്റുള്ളൂ. സോ അതിനു മുമ്പ് എന്താണ് ബില്ല്, എന്താണ് ഒരു നിയമം എന്ന് നമുക്കറിയണം. അപ്പോൾ ഒരു നിയമം ഉണ്ടാക്കുന്നതിന്റെ പ്രൊസീജിയർ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ആ നിയമത്തിന്റെ കരട് റിപ്പോർട്ട് എന്ന് പറയും. കരട് എന്ത് ചെയ്യണം? നമ്മൾ ലോക്സഭയിൽ അവതരിപ്പിക്കണം. അവിടുന്ന് അത് അപ്രൂവ് ആയിട്ട് വേണം എന്താ പറയുക, രാജ്യസഭയിലേക്ക് പോവാൻ. രാജ്യസഭയിൽ നിന്നും അപ്രൂവ് ആയി കഴിഞ്ഞ് എവിടെ പോവും? പ്രസിഡന്റിന്റെ അടുത്ത് പോവും, എക്സിക്യൂട്ടീവിന്റെ അടുത്ത്. എന്നിട്ട് അത് സൈൻ ചെയ്യുമ്പോൾ അത് ലോ ആയി. അപ്പൊ ഈ കരടിനെയാണ് എന്ത് പറയുന്നത്? ബില്ല് ഈസ് ദി ഡ്രാഫ്റ്റ് ഓഫ് പ്രപ്പോസ്ഡ് ലോ. ഒരു നിയമത്തിന്റെ കരടിനെയാണ്, കരട് എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, നിയമം ഉണ്ടാകുന്നതിന് മുമ്പുള്ള അതിനെക്കുറിച്ച് എന്താണ് ചെയ്യാൻ പോകുന്നതിനെ കുറിച്ച് എഴുതിയിട്ടുള്ള ആ ഒരു സെറ്റ് ഓഫ് പേപ്പേഴ്സിനെ എന്ത് പറയുന്നു? കരട് അല്ലെങ്കിൽ ബില്ല് എന്ന് പറയുന്നു. ബില്ല് എന്താണ്? ബില്ല് ഈസ് എ ഡ്രാഫ്റ്റ് ഓഫ് പ്രപ്പോസ്ഡ് ലോ. ഏത് നിയമമാണോ ഉണ്ടാക്കാൻ വിചാരിക്കുന്നത് അതിന്റെ ഡ്രാഫ്റ്റ്. അപ്പൊ ബില്ല് എന്താണ്? ലോ എന്താണ്? വെൻ ദ ബിൽ ഈസ് പാസ്ഡ് ഇറ്റ് ബിക്കം ലോ. ബില്ല് പാസ്സായി കഴിഞ്ഞാൽ അതെന്തായി? നിയമമായിട്ട് മാറി. ലോന്റെ മുമ്പുള്ള ഫോമാണ് ഇത് ബില്ല്. ബില്ലിന്റെ ഫ്യൂച്ചർ ഫോമാണ് എന്ത്? നമുക്ക് ലോ എന്ന് പറയാം. ഓക്കെ, ഇനി പല ടൈപ്പ് ബില്ലുകളുണ്ട്. ഗവൺമെന്റ് ബില്ലുണ്ട്, പ്രൈവറ്റ് മെമ്പേഴ്സ് ബില്ലുണ്ട്, മണി ബില്ലുണ്ട്, നോൺ മണി ബില്ലുണ്ട്, ഓർഡിനറി ബില്ലുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ബില്ല് ഉണ്ട്. ഒന്നും കൂടെ പറയാം. ഗവൺമെന്റ് ബിൽ, പ്രൈവറ്റ് മെമ്പേഴ്സ് ബിൽ, മണി ബിൽ, നോൺ മണി ബിൽ, ഓർഡിനറി ബിൽ, കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ബിൽ. ഇതിലിപ്പോൾ നമുക്ക് ഗവൺമെന്റ് ബിൽ എന്താണെന്നും പ്രൈവറ്റ് മെമ്പേഴ്സ് ബിൽ എന്താണെന്നും കൂടി പറയാം. ഒരു മിനിസ്റ്ററാണ് ഒരു ബില്ല് അവതരിപ്പിക്കുന്നതെങ്കിൽ, ബില്ല് മനസ്സിലായല്ലോ, ഒരു നിയമത്തെക്കുറിച്ചുള്ള കരട് റിപ്പോർട്ട്, അത് വായിക്കുന്നത് മിനിസ്റ്റർ ആണെങ്കിൽ, ആ ലോക്സഭയിലുള്ള മിനിസ്റ്റർ ആണെങ്കിൽ ആ ബില്ലിനെ ഗവൺമെന്റ് ബില്ല് എന്ന് പറയാം. ഗവൺമെന്റ് ബില്ല്. അത് മന്ത്രി അല്ലാത്ത ഒരാളാണ് പറയുന്നതെങ്കിൽ അതിനെ പ്രൈവറ്റ് മെമ്പേഴ്സ് ബില്ല് എന്നും കൂടി പറയാം. മനസ്സിലായല്ലോ? മിനിസ്റ്റർ അവതരിപ്പിച്ച ഗവൺമെന്റ് ബില്ല്, വേറൊരാളാണ് അവതരിപ്പിക്കുന്നതെങ്കിൽ അത് പ്രൈവറ്റ് മെമ്പേഴ്സ് ബിൽ. ക്ലിയർ അല്ലേ? സോ ബില്ല് ലോ എന്താണ്? ബില്ല് ദ ഡ്രാഫ്റ്റ് ഓഫ് ദി പ്രപ്പോസ്ഡ് ലോ ആൻഡ് ബിൽ ബിക്കംസ് ലോ വെൻ ഇറ്റ് പാസ്ഡ്. അല്ലേ? പാസ്സാവുമ്പോൾ അത് ലോ ആയിട്ട് മാറും. ബില്ല് എന്താണെന്ന് നമ്മൾ പറഞ്ഞല്ലേ? ബില്ലുകൾ ഏതൊക്കെയായിരുന്നു? ഗവൺമെന്റ് ബില്ല്, പ്രൈവറ്റ് മെമ്പേഴ്സ് ബില്ല്, മണി ബില്ല്, നോൺ മണി ബിൽ, ഓർഡിനറി ബിൽ ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ബിൽ. ഇതിൽ ഗവൺമെന്റ് ബില്ലും പ്രൈവറ്റ് ബില്ലും എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഗവൺമെന്റ് അല്ലെ മിനിസ്റ്റർ, ആരൊക്കെ ഒരു മിനിസ്റ്ററാണ് അവതരിപ്പിക്കുന്നതെങ്കിൽ അത് ഗവൺമെന്റ് ബില്ലായിട്ടും, അതുപോലെ മറ്റേതെങ്കിലും മെമ്പേഴ്സ് ആണ് അത് അവതരിപ്പിക്കുന്നതെങ്കിൽ അതിനെ പ്രൈവറ്റ് മെമ്പേഴ്സ് ബില്ലൊന്നും പറയുന്നു പറഞ്ഞു. ഇനി മണി ബില്ല്, നോൺ മണി ബില്ല്, പണവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പൈസയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ബില്ലുകളെയാണ് മണി ബില്ല് എന്ന് പറയുന്നത്. നോൺ മണി ബില്ല് എന്തായിരിക്കും? അപ്പം
പണവുമായി ബന്ധമില്ലാത്ത സ്വതന്ത്രമായിട്ടുള്ള മറ്റേതെങ്കിലും കാര്യങ്ങളായിരിക്കും. ഈ നോൺ മണി ബില്ലിനെ തന്നെ രണ്ടായിട്ട് പറയാം. ഏതൊക്കെ? ഓർഡിനറി ബിൽ, സാധാരണ ബില്ല്, പിന്നെ ഒന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ബില്ല്, ഭരണഘടന ഭേദഗതി ബിൽ. ഓക്കെ, ഇത് ക്ലിയറായി. ഇനി എങ്ങനെയാണ് ഒരു ബില്ല് ലോ ആയിട്ട് മാറുന്നതെന്ന് പറയാം. അതായത് ഫങ്ഷൻസിൽ നമ്മൾ ആദ്യം പറഞ്ഞ ഫങ്ഷൻ എന്തായിരുന്നു? ലെജിസ്ലേറ്റീവ് ഫങ്ഷൻ, പവർ ടു മേക്ക് ലോസ് ഓൺ ഓൾ സബ്ജക്റ്റ്. അപ്പോൾ എല്ലാ സബ്ജക്റ്റുകളിലും എങ്ങനെയാണ് ഇവർ നിയമം നിർമ്മിക്കുന്നതെന്ന് നമുക്ക് പറയാം. അതായത് ലെജിസ്ലേറ്റീവ് പ്രൊസീജിയർ ഇൻ ഇന്ത്യയിൽ എങ്ങനെയാണ് നിയമം ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആർട്ടിക്കിൾ 107 മുതൽ 122 വരെയുള്ള ആർട്ടിക്കിൾസിലാണ്, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 107 മുതൽ 122 വരെയുള്ള ആർട്ടിക്കിളാണ് ഈ ലെജിസ്ലേറ്റീവ് പ്രൊസീജിയേഴ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്, ഓരോ നിയമം നിർമ്മിക്കുന്നതിനും കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം ഉള്ള കുറച്ചൊരു മാർഗമുണ്ട്, ഒരു രീതിയുണ്ട്. സോ ആ രീതിയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ആർട്ടിക്കിളാണ് 107 മുതൽ 122 വരെ, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 107 മുതൽ 122 വരെ. സോ ആ ഒരു സ്റ്റെപ്പിൽ എങ്ങനെയാണ് ഒരു ബില്ല് പാസ്സാവുന്നത് നമുക്ക് നോക്കാം. മെയിനായിട്ട് 3 റീഡിങ്സ് എന്ന് പറയാം. 3 സ്റ്റെപ്പുകളായിട്ടാണ് ഇതുള്ളത്. അതിൽ തന്നെ 5 സ്റ്റേജസ് ഉണ്ട്. 3 റീഡിങ്സും 5 സ്റ്റേജസും. ഓക്കെ, 5 സ്റ്റെപ്പായിട്ടാണ് നമുക്ക് പഠിക്കേണ്ടത്. ഫസ്റ്റ് വൺ ഫസ്റ്റ് റീഡിങ്, സെക്കൻഡ് റീഡിങ്, തേർഡ് കമ്മിറ്റി സ്റ്റേജ്, ഫോർത്ത് വൺ റിപ്പോർട്ട് സ്റ്റേജ്, ഫിഫ്ത്ത് വൺ തേർഡ് റീഡിങ്. അപ്പോൾ 3 റീഡിങ്ങുകളും 5 സ്റ്റേജസും ഏതൊക്കെയാണ്? ഫസ്റ്റ് റീഡിങ്, സെക്കൻഡ് റീഡിങ്, കമ്മിറ്റി സ്റ്റേജ്, റിപ്പോർട്ട് സ്റ്റേജ് ആൻഡ് റീഡിങ്, തേർഡ് റീഡിങ് അല്ലേ? ഓക്കെ, ഇനി എന്താണ് ഫസ്റ്റ് റീഡിംഗ് എന്ന് പറയാം. എന്താണ് ഫസ്റ്റ് റീഡിംഗ് എന്ന് പറയാം, ഓർ ഫസ്റ്റ് സ്റ്റേജ്. ഫസ്റ്റ് റീഡിംഗ് ഫസ്റ്റ് സ്റ്റേജാണ്. അതായത് ഒരു ബില്ലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ഒരു സഭയിലേക്ക്. ആ ബില്ലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റേജാണ് ഫസ്റ്റ് റീഡിംഗ് എന്ന് പറയുന്നത്. ദ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ദി സ്റ്റേജ് ഈസ് ദി ഇൻട്രൊഡക്ഷൻ ഓഫ് ദി ബിൽ ഇസ് നോൺ ആസ് ഫസ്റ്റ് റീഡിംഗ്. അതായത് നമ്മളൊരു നിയമം പാസ്സാക്കാൻ വേണ്ടിയിട്ട് ഒരു ബില്ലുണ്ടാക്കി, ആ ബില്ലിനെ ആദ്യം പോയിട്ട് വായിക്കുന്ന അതിനെയാണ് എന്ത് പറയുന്നത്? ഇൻട്രൊഡക്ഷൻ ഓഫ് ദി ഫസ്റ്റ് സ്റ്റേജ്. ഫസ്റ്റ് സ്റ്റേജിലെ ഫസ്റ്റ് റീഡിംഗ് എന്ന് പറയുന്നത്. ഫസ്റ്റ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻട്രൊഡക്ഷൻ. ഓക്കെ, ഫസ്റ്റ് സ്റ്റേജ് ഈസ് ദി ഇൻട്രൊഡക്ഷൻ ഓഫ് എ ബിൽ. ആഫ്റ്റർ ടേക്കിംഗ് പെർമിഷൻ ഓഫ് ദ ഹൗസ്, എ മെമ്പർ ഇൻട്രൊഡ്യൂസസ് ദ ബിൽ വിത്ത് എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെൻറ്റ്. അതായത് ഹൗസിൻ്റെ ഏതാണ്, ലോക്സഭയുടെ സമ്മതം എടുത്തിട്ട് ആ ബില്ല് എന്ത് ചെയ്യുന്നു? പെർമിഷൻ എടുത്തിട്ട് അത് വായിക്കുന്നു, എക്സ്പ്ലെയിൻ ചെയ്ത് വിശദീകരിച്ച് അതിനെ വായിക്കുന്നു. ഒരു മെമ്പർ വായിക്കുന്നു, അത് മിനിസ്റ്റർ ആവാം, നോൺ മിനിസ്റ്റർ ആവാം. അപ്പോൾ ആ ആൾ വന്നിട്ട് വായിക്കുന്നു, അതിൻ്റെ വേണ്ട വിശദീകരണങ്ങളൊക്കെ കൊടുത്ത് സഭക്ക് ആ ബില്ലിനെ പരിചയപ്പെടുത്തുന്നു. എന്നിട്ടോ, ഇൻ ദ കേസ് ദ ബിൽ ഈസ് ഒപ്പോസ്ഡ് ബൈ ദി ഹൗസ് പെർമിറ്റ്സ് എ മൂവർ ടു ബിൽ ആൻഡ് മെമ്പർ ഹു ഒപ്പോസസ് ബിൽ ടു എക്സ്പ്ലെയിൻ ദ റെസ്പെക്റ്റീവ് സ്റ്റാൻഡ്സ്. അപ്പോൾ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആർക്കെങ്കിലുമൊക്കെ എതിർപ്പുണ്ടാവും അല്ലേ? പ്രതിപക്ഷത്തുനിന്ന് എതിർപ്പ് വരാം, എല്ലാവർക്കും അതിനോട് സപ്പോർട്ടായിരിക്കണം എന്നില്ല. അപ്പം എന്ത് ചെയ്യാം? ആ ഓപ്പോസിറ്റുള്ള ആൾക്ക് ആ ആളുടെ വാദം പറയാനും അതേപോലെ ഇത് വായിക്കുന്ന ആളുടെ അഭിപ്രായം പറയാനും സ്വാതന്ത്ര്യം ഉണ്ട്. അവിടെ ഒപ്പോസ് ചെയ്യുന്ന ആളും ആ ബില്ലുമായിട്ട് മുന്നോട്ട് പോകുന്ന ആളും തമ്മിൽ നല്ലൊരു ഡിസ്കഷൻ, ബിൽ ടു എക്സ്പ്ലെയിൻ, അത് വിശദീകരിക്കാനുള്ള, എന്തുകൊണ്ട് അവർ എതിർക്കുന്നു, എന്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയാനുള്ള ചാൻസ് കിട്ടുകയാണ്. അത് കഴിഞ്ഞിട്ടോ, ഇഫ് ദ മെജോറിറ്റി വോട്ട്സ് ഫേവർ ഓഫ് ദ ബിൽ ഇറ്റ് ഈസ് പബ്ലിഷ്ഡ് ഇൻ ദി ഗസറ്റ് ഓഫ് ഇന്ത്യ. എന്താ പറയുന്നത്? അപ്പം ഇങ്ങനെ എല്ലാവരും കൂടി അവരുടെ അഭിപ്രായം പറഞ്ഞു, എന്നിട്ടോ ആ ബില്ല് വോട്ടിനിട്ടു. അവിടെ വോട്ടിംഗ് അല്ലേ, വോട്ടിംഗ് ചെയ്ത് ഒരു ഭൂരിപക്ഷം കിട്ടിയെന്ന് വിചാരിക്കാം. അങ്ങനെ ആ ബില്ല് എന്ത് ചെയ്തു? ആ ബില്ല് ഗസറ്റ് ഓഫ് ഇന്ത്യയിൽ എന്ത് ചെയ്യും? പബ്ലിഷ് ചെയ്യും, പ്രസിദ്ധീകരിക്കും. ഗസറ്റിൽ ആ ബില്ലിൻ്റെ ഇതിടും. എന്നിട്ടോ, ഇറ്റ് ഈസ് എ കൺവെൻഷൻ ദാറ്റ് നോ ഡിസ്കഷൻ ടേക്ക് പ്ലേസ് അറ്റ് ദ ഫസ്റ്റ് റീഡിങ് അൺലെസ് ഇറ്റ് ഈസ് ഹൈലി കോൺട്രവേഴ്ഷ്യൽ. അതായത് ഒരു എന്താണ് ഫസ്റ്റ് റീഡിങ്ങിൽ പൊതുവെ ആളുകൾ ഒപ്പോസ് ചെയ്യാറില്ല എന്നാണ് പറയുന്നത്. അത് വലിയ ചർച്ചാ വിഷയമാണെങ്കിൽ മാത്രമേ പല കാര്യങ്ങളിലും ഇത് ഡിസ്കഷൻ വരാറുള്ളൂ. ഫസ്റ്റ് സ്റ്റേജിൽ അങ്ങനെ ഉണ്ടാവാറില്ല എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് സെക്കൻഡ് റീഡിങ് ഓർ ദി സെക്കൻഡ് സ്റ്റേജ്. സെക്കൻഡ് റീഡിംഗ് ആണ് സെക്കൻഡ് സ്റ്റേജ്. ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേജാണ് ഈ സെക്കൻഡ് റീഡിങ്. ദ സെക്കൻഡ് സ്റ്റേജ് ഓഫ് ദ ബിൽ ഇസ് കോൾഡ് സെക്കൻഡ് റീഡിങ്. സെക്കൻഡ് സ്റ്റേജിനെ സെക്കൻഡ് റീഡിംഗ് എന്ന് പറയുന്നു. ഇൻ ദിസ് സ്റ്റേജ് ദ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ദ ബിൽ ആർ ഡിസ്കസ്ഡ്.
അതായത് ഒരു ബില്ലിൻ്റെ എല്ലാ ആസ്പെക്റ്റും ഏതൊക്കെ രീതിയിൽ അതിനെക്കുറിച്ച് പറയാൻ പറ്റുമോ, എന്തൊക്കെ ഭാഗങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പറ്റുമോ ആ ഭാഗങ്ങളൊക്കെ ഈ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യും. ബേസിക് പ്രിൻസിപ്പിൾസ്, അത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെതിരാണോ, അത് ജനങ്ങളെ എങ്ങനെ ബാധിക്കും തുടങ്ങി എല്ലാ കാര്യങ്ങളും ഈ സ്റ്റേജിൽ ഡിസ്കസ് ചെയ്യും. സെക്കൻഡ് റീഡിംഗ് ആയ സെക്കൻഡ് സ്റ്റേജിൽ എന്ത് ചെയ്യും, എല്ലാ ബേസിക് പ്രിൻസിപ്പിൾസും ഡിസ്കസ് ചെയ്യപ്പെടും. The mover of the bill may request the House to consider immediately, or he may make a request referring the bill to a select committee to join the select committee of both houses, or he may request or circulating the bill for eliciting public opinion. Normally the bill is refers to a select committee. Okay, അങ്ങനെ സെക്കൻഡ് റീഡിങ് കഴിഞ്ഞു എന്ന് വിചാരിക്കാം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ആ ബില്ല് എന്ത് ചെയ്യും, ഒരു കമ്മിറ്റിക്ക് വിടും. എന്താണ്, ഒരു കമ്മിറ്റിക്ക് വിടും. ആ കമ്മിറ്റിയിൽ പ്രതിപക്ഷക്കാരുണ്ടാവും, ഭരണപക്ഷത്തെ ആൾക്കാരും ഉണ്ടാവും. അവരെന്ത് ചെയ്യും, ആ ബില്ലിനെ കുറിച്ച് ഡിസ്കഷൻ നടത്തും. ആ സ്റ്റേജാണ് തേർഡ് സ്റ്റേജ് ആയിട്ട് പറയുന്ന കമ്മിറ്റി സ്റ്റേജ്. ഫസ്റ്റ് വൺ ഫസ്റ്റ് റീഡിങ്, സെക്കൻഡ് റീഡിങ്, തേർഡ് വൺ ഇസ് കമ്മിറ്റി സ്റ്റേജ്. അത് ഈ ബില്ല് സെക്കൻഡ് റീഡിങ് കഴിഞ്ഞിട്ടുള്ള ബില്ല് എന്ത് ചെയ്യും, അതൊരു കമ്മിറ്റിക്ക് വിടും. കമ്മിറ്റി സ്റ്റേജ്. ഹൗസ് അപ്പോയിൻറ്റ്സ് ദ മെമ്പേഴ്സ് ഓഫ് ദി സെലക്ട് കമ്മിറ്റി. ഈ സെലക്ട് കമ്മിറ്റീൻ്റെ മെമ്പേഴ്സിനെ തീരുമാനിക്കുന്നത് ഈ ഹൗസിലുള്ള ആൾക്കാർ തന്നെയാണ്. അതാണ് ഹൗസ് ഓഫ് പീപ്പിളിലുള്ള ആൾക്കാർ തന്നെയാണ്. ദ ചെയർമാൻ ഫിക്സ് ദ ടൈം, ഡേയ്സ് ഓഫ് സിറ്റിംഗ് ഓഫ് ദ കമ്മിറ്റി എക്സെട്ര. അപ്പോൾ അതിൻ്റെ ചെയർമാൻ അതെന്താണ്, ലോക്സഭയുടെ ചെയർമാൻ എന്ത് ചെയ്യും, ഇതിൻ്റെ എപ്പോൾ ഇത് നിങ്ങൾ മീറ്റിംഗ് ചേരണം, എപ്പോഴാണ് ഇതിനെക്കുറിച്ച് ഡിസ്കഷൻ നടത്തേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് ഒരു ടൈമും പ്ലേസും ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കും. ഓക്കെ, ദ മെമ്പേഴ്സ് ഓഫ് ദ ഓപ്പോസിഷൻ ആർ ഓൾസോ ഇൻക്ലൂഡഡ് ഇൻ സെലക്ട് കമ്മിറ്റി. അപ്പോൾ ഈ സെലക്ട് കമ്മിറ്റി എന്ന് പറയുന്നത് വെറും ഭരണപക്ഷത്തെ ആൾക്കാർ മാത്രമായിരിക്കില്ല, പ്രതിപക്ഷത്തെ ആൾക്കാരും കൂടി ഉണ്ടാവും. എല്ലാവരും കൂടി ഇരുന്ന് ഒരു റിപ്പോർട്ട് തയ്യാറാക്കും. ഈ കമ്മിറ്റിയിൽ ഇരുന്നിട്ട് അതിനെക്കുറിച്ച് ഡിസ്കഷൻ നടത്തി ഒരു റിപ്പോർട്ട് ഉണ്ടാക്കും ബില്ലിനെ കുറിച്ച്. ദ മെമ്പേഴ്സ് ഓഫ് ദ കമ്മിറ്റി ഗോ ത്രൂ ദ ബിൽ ക്ലോസ് ബൈ ക്ലോസ് ആൻഡ് പ്രിപ്പയർ ദ റിപ്പോർട്ട് ഓൺ ദ ബിൽ ടു ബി പ്ലേസ്ഡ് ബിഫോർ ദ ഹൗസ് ഫോർ ഡിസ്കഷൻ. ഇവർ ഈ കംപ്ലീറ്റ് ബില്ലും വായിച്ചിട്ട് അതിനെന്ത് ചെയ്യും, ഒരു റിപ്പോർട്ട് ഉണ്ടാക്കും. ഓരോ വരിയും വായിച്ച് റിപ്പോർട്ട് ഉണ്ടാക്കും. ആ റിപ്പോർട്ട് വീണ്ടും ഹൗസിൽ പോയി, അതായത് ലോക്സഭയിൽ പോയി ഡിസ്കഷൻ നടത്തും. ആ സ്റ്റേജാണ് റിപ്പോർട്ട് സ്റ്റേജ് എന്ന് പറയുന്നത്. റിപ്പോർട്ട് സ്റ്റേജിൽ എന്താ ചെയ്യുന്നത്, ഈ ഇവർ ചെയ്ത റിപ്പോർട്ട് ഉണ്ടല്ലോ, ദ ഫോർത്ത് സ്റ്റേജ് ഓഫ് ദ ബിൽ ഇസ് ദ റിപ്പോർട്ട് സ്റ്റേജ്. On the day fixed for the consideration of the report, mover the bill request to the house that the report to be considered. എന്താണ്, ഇവർ റിപ്പോർട്ട് കമ്മിറ്റി എന്ത് ചെയ്തു, റിപ്പോർട്ട് ഉണ്ടാക്കി. ഫസ്റ്റ് സ്റ്റേജ് റീഡിങ് സ്റ്റേജ്, സെക്കൻഡ് റീഡിങ് കഴിഞ്ഞ് കമ്മിറ്റി ഉണ്ടാക്കി. കമ്മിറ്റി അത് വായിച്ച് പഠിച്ച് എന്ത് ചെയ്തു, റിപ്പോർട്ട് ഉണ്ടാക്കി. ആ റിപ്പോർട്ട് സ്റ്റേജിൽ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്മിറ്റി ഉണ്ടാക്കിയ റിപ്പോർട്ട് അവതരിപ്പിക്കും. അതിൽ കുറേ ഭേദഗതികളൊക്കെ ഉണ്ടാവും, അമെൻമെൻറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ടാവും. അതെന്ത് ചെയ്യും, വോട്ടിനിട്ടോ അല്ലാണ്ടോ അത് കളയാനുള്ളത് കളയും, എടുക്കാനുള്ളത് എടുക്കും. ഓക്കെ, അതിൽ വോട്ടിംഗ് ചെയ്ത് ഡിസ്കസ്ഡ് വിത്ത് അമെൻമെൻറ്റ് ആൻഡ് പുട്ടിംഗ് വോട്ട്, അവർ വോട്ട് ചെയ്യും. ഇങ്ങനെ ലാസ്റ്റ് സ്റ്റേജാണ് തേർഡ് റീഡിങ്, അതായത് ഫൈനൽ സ്റ്റേജ് ഇസ് ദി തേർഡ് റീഡിങ്. അപ്പോൾ പ്രൊസീജിയേഴ്സിലെ ലാസ്റ്റ് സ്റ്റേജാണ് തേർഡ് റീഡിങ്. ഓക്കെ, തേർഡ് റീഡിങ്ങിൽ എന്താ പറയുന്നത്, on the day fixed for the third reading, the bill is presented before the house for its final passage. അതായത് ഇങ്ങനെ കമ്മിറ്റി നോക്കി, കമ്മിറ്റി എന്ത് ചെയ്തു, റിപ്പോർട്ട് ഉണ്ടാക്കി, റിപ്പോർട്ട് വന്ന് തേർഡ് റീഡിങ്ങിലേക്ക് പോയി. തേർഡ് റീഡിങ്ങിൽ എന്താ ചെയ്യുന്നത്, തേർഡ് റീഡിങ്ങിൽ ഈ ബില്ല് ഒന്നുകൂടി പ്രസൻറ്റ് ചെയ്യും, അത് അവതരിപ്പിക്കും. എന്നിട്ടോ അത് ഫൈനലായിരിക്കും, ആ ബില്ലിൻ്റെ ഫൈനലായിരിക്കും. ഈ സ്റ്റേജിൽ ദർ ഇസ് നോ സബ്സ്റ്റാൻഷ്യൽ ചേഞ്ചസ് ടേക്ക് പ്ലേസ്. ഈ ബില്ലിൽ ഒരു ചേഞ്ചസും, പ്രത്യേകിച്ച് ഒരു മാറ്റങ്ങളും ഈ തേർഡ് റീഡിങ്ങിൽ നടത്തില്ല. ഓൺലി വേർബൽ അമെൻമെൻറ്റ്സ് ആർ മൂവ്ഡ് ആൻഡ് ഡിസ്പോസ്ഡ് ക്വിക്ക്ലി. അതായത് വായ കൊണ്ട് പറഞ്ഞ അമെൻമെൻറ്റുകൾ മാത്രം എന്ത് ചെയ്യും, അത് കേട്ടിട്ട് കളയുകയോ സ്വീകരിക്കുകയോ ഒക്കെ ചെയ്യും. ഫൈനലി ദ ബിൽ ഈസ് പുട്ട് ടു വോട്ട്. ലാസ്റ്റ് സ്റ്റേജിൽ എന്ത് ചെയ്യും, ഇത് വോട്ടിനിടും. മെമ്പേഴ്സൊക്കെ വോട്ട് ചെയ്യാൻ വേണ്ടി ഇടും. അങ്ങനെ വോട്ടിട്ട് എന്താവും, ലാസ്റ്റ് ഈ ബില്ല് ഹൗസ് ഓഫ് കോമൺസ്, ലോക്സഭ പാസ്സാക്കും. വോട്ട് കിട്ടിയതിനനുസരിച്ച് അത് പാസ്സാക്കിയിട്ട് അതെന്ത് ചെയ്യും, രാജ്യസഭയിലേക്ക് പോകും. രാജ്യസഭയും ഇതേ പ്രൊസീജിയർ ഫോളോ ചെയ്ത് നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യും, അത് എക്സിക്യൂട്ടീവിൻ്റെ അടുത്ത് പോവും. എക്സിക്യൂട്ടീവ് സൈൻ ചെയ്യുമ്പോൾ, അതായത് പ്രസിഡന്റ് സൈൻ ചെയ്യുമ്പോൾ എന്താവും, അത് നിയമമായിട്ട് മാറും. ഇതാണ് സ്റ്റേജസ്. ഫസ്റ്റ് ഏതായിരുന്നു, ഫസ്റ്റ് റീഡിങ്, സെക്കൻഡ് റീഡിങ്. സെക്കൻഡ് റീഡിങ്ങിൽ തന്നെ വരുന്നതാണ്
കമ്മിറ്റി സ്റ്റേജ്, റിപ്പോർട്ട് സ്റ്റേജ്, ലാസ്റ്റ് വൺ തേർഡ് റീഡിങ്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു.